കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഉത്തർപ്രദേശിൽ നടന്നത് 35 എൻകൗണ്ടറുകളാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഇന്ന് കാണുന്ന ഉത്തർപ്രദേശ് പഴയ ഉത്തർപ്രദേശിൽ നിന്നും ഒരുപാട് മാറി. ഇത് ഇന്ത്യയുടെ ന്യൂയോർക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ്. ഒരു കാലം ഉണ്ടായിരുന്നു യു പിയിൽ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന കാലം. മാഫിയ തലവന്മാരും ഗുണ്ടാ സംഘങ്ങളും തെരുവുകൾ അടക്കി ഭരിച്ചിരുന്ന പക്കാ ക്രിമിനലുകളുടെ സുരക്ഷിത താവളമായിരുന്ന യു പി. കള്ളനോട്ടടി സംഘങ്ങളും തട്ടിക്കൊണ്ടുപോകൽ മാഫിയയും അവിടുത്തെ ഭരണകൂടത്തെപ്പോലും വിറപ്പിച്ചിരുന്നു. പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ കാവ്യവസ്ത്രം ധരിച്ച സന്യാസി ലക്നൌവിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്നു. അവിടെ തുടങ്ങുകയായിരുന്നു മാറ്റത്തിന്റെ പുതിയ ചരിത്രം. യോഗി ആദിത്യനാഥ് എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ന് ക്രിമിനലുകളുടെ മുട്ടുവിറയ്ക്കും. കാരണം അവിടെ കുറ്റവാളികൾക്ക് കൊടുക്കുന്നത് ജയിലിലെ ചിക്കനും മട്ടനും അല്ല, മറിച്ച് യോഗിയുടെ വക തൽക്ഷണ നീതിയാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാനൊക്കെ പ്രയാസം ഉണ്ടാകും. കഴിഞ്ഞ വെറും 48 മണിക്കൂറിനുള്ളിൽ യു പിയിൽ നടന്നത് 35 എൻകൗണ്ടറുകളാണ്. 3 കൊടും കുറ്റവാളികൾ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ പോലീസിന്റെ വെടിയേറ്റ് തളർന്നു. 7 വയസ്സുള്ള ബാലനെ പീഡിപ്പിച്ചു കൊന്ന നരാധമനെ വെടിവെച്ച് കൊന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ തൊട്ടാൽ തീർത്ത് കളയുമെടാ എന്ന ശക്തമായ സന്ദേശം യോഗി നൽകിക്കഴിഞ്ഞു. ഒന്നെങ്കിൽ കുറ്റകൃത്യം നിർത്ത്, അല്ലെങ്കിൽ യു പി വിട്ടുപോ. ഇതാണ് അവിടുത്തെ നിയമം. ക്രമസമാധാനം മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് വേകളുള്ള സംസ്ഥാനം കൂടിയും യു പിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകർ ഇന്ന് ക്യൂ നിൽക്കുന്നതും ഇതേ യു പിയിലാണ്. GDP-യിൽ ഇന്ത്യയുടെ 2ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന, ഏറ്റവും അധികം വരുമാനം രാജ്യത്തിന് നൽകുന്ന ഒരു വികസന മാതൃകയായി യു പി മാറിക്കഴിഞ്ഞു. പണ്ട് ഭയത്തിൻ്റെ നിഴലിലായിരുന്ന നാട് ഇന്ന് വികസനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ നാടാണ്. അപ്പോൾ ഒരു കാവ്യവസ്ത്രധാരിക്ക് ഒരു സംസ്ഥാനത്തെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നതിന് ഇതിനും വലിയ ഉദാഹരണം വേറെയുണ്ടോ? പറയുമ്പോൾ ചാണകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം, പക്ഷേ നിങ്ങൾക്ക് മുട്ടുവിറയ്ക്കും. യു പിയിൽ ഇന്ന് സമാധാനമുണ്ട്, വികസനമുണ്ട്, അതിലുപരി ജനങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട്. യോഗി സ്റ്റൈൽ വികസനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമൻറ്റ് ചെയ്യൂ.